ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LDC LGS 2024 സൂപ്പർ മാരത്തോൺ ക്ലാസിന്റെ 2ാം ദിവസമാണ്. എന്താണ് സൂപ്പർ മാരത്തോൺ എന്ന് അറിയാത്ത സുഹൃത്തുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കേരള PSC LDC LGS പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളും അവ എങ്ങനെ പഠിക്കണമെന്നുള്ള സൂപ്പർ മെമ്മറി കോഡുകളുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആദ്യത്തെ ചോദ്യം എന്താ സുഹൃത്തുക്കളെ? വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം 2ാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതി. മഹലനോബസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതി. മഹലനോബസ് മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക നയം 1956 അടിസ്ഥാനമാക്കിയ പഞ്ചവത്സര പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക നയം 1956 അടിസ്ഥാനമാക്കിയുള്ള പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതി. സോഷ്യലിസ്റ്റ് അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ 2ാം പഞ്ചവത്സര പദ്ധതി. പഠിച്ചോളനെ, സോഷ്യലിസ്റ്റ് അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതി. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതി. PSC പ്രീവിയസ് ചോദ്യമാണ്. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. പഠിക്കുക. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രവർത്തനം ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രവർത്തനം ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതി. PC മഹലനോബസ് പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക നയം 1956 അടിസ്ഥാനമാക്കിയിരിക്കുന്ന പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. സോഷ്യലിസ്റ്റിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതി. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതി. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രവർത്തനം ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ആണ്. ആരൊക്കെയാണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ആണ്. പഠിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന മലനിരകളാണ് വിന്ധ്യ മലനിരകൾ, സത്പുര മലനിരകൾ, ആരവല്ലി പർവ്വനിര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. അങ്ങനെ 5 പ്രധാനപ്പെട്ട മലനിരകളാണ് ആരുടെ ഭാഗമായിട്ട് വരുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നത്. കൃത്യമായിട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന മലനിരകൾ ചോദിച്ചാൽ വിന്ധ്യ മലനിരകൾ, സത്പുര മലനിരകൾ, ആരവല്ലി പർവ്വനിര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. ഇവയിൽ ഓരോ മലനിരകളും എടുത്തു ചോദിച്ചിട്ട് ഇത് ഇന്ത്യയുടെ ഏത് ഭൂപ്രകൃതിയുടെ ഭാഗമാണെന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന മലനിരകളുടെ എണ്ണം ചോദിച്ചാൽ അത് 5 ആണ്. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വിന്ധ്യ മലനിരകൾ, സത്പുര മലനിരകൾ, ആരവല്ലി പർവ്വനിര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. കോഡ് ഇത്രയുള്ളൂ. പപ്പു ആര വിസ തന്നെ. പപ്പു ആര വിസ തന്നെ എന്നങ്ങ് പഠിക്കുക. പപ്പുവിലെ പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം, പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വഘട്ടം, ആര എന്ന് പറഞ്ഞാൽ ആരവല്ലി പർവ്വനിര, വിസയിലെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ധ്യ മലനിരകൾ, സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്പുര മലനിരകൾ. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന ഇന്ത്യയിലെ മലനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഡ് എന്താണ്? പപ്പു ആര വിസ തന്നെ എന്നങ്ങ് പഠിക്കുക. പപ്പു ആര വിസ തന്നെ എന്നങ്ങ് പഠിക്കുക. പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം, പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വഘട്ടം. അപ്പൊ പപ്പു ആയിട്ടുണ്ട്. ഇനി ആര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരവല്ലി പർവ്വനിര. വിസയുടെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിന്ധ്യ മലനിരകളാണ്. സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്പുര മലനിരകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ കൊൽക്കത്ത മെട്രോ. വർഷം 1984. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത മെട്രോയാണ്. 1984 ഇത് രൂപീകരിച്ചത്. ഇന്ത്യയിലെ 2ാമത്തെ മെട്രോ സംവിധാനം ന്യൂഡൽഹി 2002 രൂപീകരിച്ചു. ഇന്ത്യയിലെ 2ാമത്തെ മെട്രോ സ്ഥാപിതമായത് ന്യൂഡൽഹി മെട്രോയാണ്. 2002 ന്യൂഡൽഹി മെട്രോ സ്ഥാപിതമായത്. പരിസ്ഥിതി സൗഹാർദ്ദത്തിനുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ എന്ന് ചോദിച്ചാൽ അത് ഡൽഹി മെട്രോയാണ്. പരിസ്ഥിതി സൗഹാർദ്ദത്തിനുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ എന്ന് ചോദിച്ചാൽ അത് ഡൽഹി മെട്രോയാണ്.
കേരളത്തിലെ ആദ്യത്തെ മെട്രോ കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ രൂപീകൃതമായത് 2017 ജൂൺ 17. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 2017 ജൂൺ 17 കൊച്ചി മെട്രോ രൂപീകരിക്കുന്നത്. പഠിക്കുക. കോമറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മെട്രോ കൊച്ചി മെട്രോ. കോമറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മെട്രോ ചോദിച്ചാൽ അത് കൊച്ചി മെട്രോയാണ്. കോമറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മെട്രോ ഏതാണ്? കൊച്ചി മെട്രോയാണ്. കൊച്ചി മെട്രോയുടെ പ്രോജക്ട് ഡയറക്ടർ ഇ ശ്രീധരൻ. കൊച്ചി മെട്രോയുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഇ ശ്രീധരനാണ്. ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യത്തെ സർക്കാർ കമ്പനി എന്ന് ചോദിച്ചാൽ അത് കൊച്ചി മെട്രോയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യത്തെ സർക്കാർ കമ്പനി എന്ന് ചോദിച്ചാൽ അത് കൊച്ചി മെട്രോയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത മെട്രോയാണ്. അത് വന്ന വർഷം 1984. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ സംവിധാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹി, വർഷം 2002. പരിസ്ഥിതി സൗഹാർദ്ദത്തിനുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹി മെട്രോയാണ്. കേരളത്തിലെ ആദ്യത്തെ മെട്രോ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചി മെട്രോയാണ്. അത് പ്രവർത്തനം ആരംഭിച്ച വർഷം 2017 ജൂൺ മാസം 17 കോമറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മെട്രോ ചോദിച്ചാൽ അത് കൊച്ചി മെട്രോയാണ്. കോമറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മെട്രോ കൊച്ചി മെട്രോയാണ്. കൊച്ചി മെട്രോയുടെ പ്രോജക്ട് ഡയറക്ടർ ചോദിച്ചാൽ ഇ ശ്രീധരനാണ്. കൊച്ചി മെട്രോയുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഇ ശ്രീധരനാണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യത്തെ സർക്കാർ കമ്പനി എന്ന് ചോദിച്ചാൽ അത് കൊച്ചി മെട്രോ. ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യത്തെ സർക്കാർ കമ്പനി എന്ന് ചോദിച്ചാൽ അത് കൊച്ചി മെട്രോയാണ്. അവസാനമായി മഹാകുംഭമേള നടന്നത് 2013. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ PSC കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പഠിക്കുക. അവസാനമായി മഹാകുംഭമേള നടന്നത് 2013. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കലാണ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കലാണ്. മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ചോദിച്ചാൽ അത് അലഹബാദ് ആണ്. മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ചോദിച്ചാൽ അത് അലഹബാദ് ആണ്. കുംഭമേള അരങ്ങേറുന്ന പ്രധാന സ്ഥലങ്ങൾ പഠിക്കുക. ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. ഒന്നുകൂടി പറയാം. കുംഭമേളം അരങ്ങേറുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് സുഹൃത്തുക്കളെ? ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി എന്നിവയിലാണ്. ഒന്നുകൂടി പറയാം. അവസാനമായി മഹാകുംഭമേള നടന്നതെന്ന് ചോദിച്ചാൽ അത് 2013. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കലാണ്. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കലാണ്. മഹാകുംഭമേള നടക്കുന്നത് അലഹബാദിൽ വെച്ചാണ്. മഹാകുംഭമേള നടക്കുന്ന പ്രദേശം ചോദിച്ചാൽ അത് അലഹബാദ് ആണ്. കുംഭമേള അരങ്ങേറുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചോദിച്ചാൽ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. കുംഭമേള അരങ്ങേറുന്ന പ്രധാന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. പണ്ട് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനിയും ഈ ചോദ്യങ്ങൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിത് വ്യക്തമായി തന്നെ പഠിക്കണം. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെറിയൊരു കോഡ് പറഞ്ഞു തരാം സുഹൃത്തുക്കളെ. സിമ്പിൾ കോഡാണ്. ഹനുമാന്റെ കുംഭമേള എന്നങ്ങ് പഠിക്കുക. ഇന്ത്യയിൽ കുംഭമേള നടക്കുന്ന പ്രദേശങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈസി കോഡാണിത്. ഹനുമാന്റെ കുംഭമേള എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹനുമാൻ എന്ന് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ വേണം എഴുതാൻ. അതുകൂടെ ശ്രദ്ധിച്ചോളണം കേട്ടോ. മലയാളത്തിൽ എഴുതിയാൽ കിട്ടത്തില്ലേ. ഹനുമാന്റെ കുംഭമേള എന്നങ്ങ് എഴുതുക. ഇത് ഹനുമാൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ വേണം എഴുതാൻ. ഇതിൽ ഹനുമാന്റെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹരിദ്വാറിനെ സൂചിപ്പിക്കുന്നു. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹബാദിനെ സൂചിപ്പിക്കുന്നു. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്കിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജയിനെ സൂചിപ്പിക്കുന്നു. പഠിച്ചോളണേ. ഹനുമാന്റെ കുംഭമേള എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഈ കോഡ് ഉപയോഗിച്ച് ഇന്ത്യയിലെ കുംഭമേള നടക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടും. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദ്വാർ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഹബാദ്, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്, U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജയിനിയാണ്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത്രയും ഭാഗം പഠിക്കുക. പണ്ട് ഒരുപാട് തവണ PSCയുടെ പ്രീവിയസ് ചോദ്യമായി വന്നിട്ടുള്ളതാണ്. ഇനി അത് തിരിച്ചു വരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് പഠിക്കുക. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് ആണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് സുന്ദർലാൽ ബഹഗുണ. പ്രീവിയസ് ചോദ്യമാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹഗുണയാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1973. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1973. മരത്തിനെ ആലിംഗനം ചെയ്യുക എന്നർത്ഥം വരുന്ന ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ചിപ്കോ പ്രസ്ഥാനമാണ്. മരത്തിനെ ആലിംഗനം ചെയ്യുക എന്നർത്ഥം വരുന്ന ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ രൂപം കൊണ്ട പരിസ്ഥിതി പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അതാണ് അപ്പിക്കോ പ്രസ്ഥാനം. ഇത് രണ്ടും PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന് ചുവട് പിടിച്ചുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ
രൂപം കൊണ്ട പരിസ്ഥിതി പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് അപ്പിക്കോ പ്രസ്ഥാനമാണ്. അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം കർണാടകം. അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? കർണാടകമാണ്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പാണ്ഡുരംഗ് ഹെഗ്ഡെയാണ്. പഠിക്കുക, അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ പാണ്ഡുരംഗ് ഹെഗ്ഡെ അല്ലെങ്കിൽ ഹെഗ്ഡെ എന്ന് നമുക്ക് പഠിക്കാം. അപ്പിക്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത് 1983 സെപ്റ്റംബർ മാസം 8-ാം തീയതി. അപ്പിക്കോ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1983 സെപ്റ്റംബർ മാസം 8-ാം തീയതി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് സുന്ദർലാൽ ബഹുഗുണയാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ അത് 1973 ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1973. മരത്തിനെ ആലിംഗനം ചെയ്യുക എന്ന അർത്ഥം വരുന്ന ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനം ചോദിച്ചാൽ അത് ചിപ്കോ പ്രസ്ഥാനം. മരത്തിനെ ആലിംഗനം ചെയ്യുക എന്ന അർത്ഥം വരുന്ന ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനം ചോദിച്ചാൽ അത് ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ രൂപം കൊണ്ട പരിസ്ഥിതി പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ രൂപം കൊണ്ട പരിസ്ഥിതി പ്രസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പിക്കോ പ്രസ്ഥാനമാണ്. അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം കർണാടകമാണ്. അപ്പിക്കോ പ്രസ്ഥാന സ്ഥാപകൻ ചോദിച്ചാൽ പാണ്ഡുരംഗ് ഹെഗ്ഡെയാണ്. പാണ്ഡുരംഗ് ഹെഗ്ഡെ അല്ലെങ്കിൽ നമുക്ക് ഹെഗ്ഡെ എന്ന് പറയാം. അപ്പിക്കോ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1983 സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ്. പഠിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന വർഷം 1907. പഠിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പിളർന്ന വർഷം ചോദിച്ചാൽ അത് 1907. ഇന്ത്യയുടെ വെളിയിൽ ആദ്യമായി ഇന്ത്യയുടെ കൊടി മാഡം ഭിക്കാജി ഗാമ ഉയർത്തിയ വർഷം 1907. എവിടെയാണ് മാഡം ഭിക്കാജി ഗാമ ഇന്ത്യയുടെ കൊടി ഉയർത്തിയതെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയിലാണ്. പഠിച്ചോളണേ, ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ കൊടി മാഡം ഭിക്കാജി ഗാമ ഉയർത്തിയ വർഷം 1907. ജർമ്മനിയിലാണ് ഇത് ഉയർത്തിയത്. പഠിക്കുക. ഇവിടെ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യയുടെ കൊടി ഉയർത്തിയതാരെന്ന് ചോദിച്ചാൽ അത് മാഡം ഭിക്കാജി ഗാമയാണ്. ഏതു വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907. അതുപോലെ എവിടെയാണ് മാഡം ഭിക്കാജി ഗാമ ഇന്ത്യയുടെ കൊടി ഉയർത്തിയതെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയിലാണ്. പഠിക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം പണി കഴിപ്പിച്ച വർഷം 1907. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം പണി കഴിപ്പിച്ച വർഷം 1907. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം 1907. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം 1907. സി കൃഷ്ണപിള്ള കേരളീയ നായർ സമാജം രൂപീകരിച്ച വർഷം 1907. പഠിച്ചോളനെ, സി കൃഷ്ണപിള്ള കേരളീയ നായർ സമാജം രൂപീകരിച്ച വർഷം 1907. ജംഷഡ്പൂർ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ സ്ഥാപിതമായ വർഷം 1907. ജംഷഡ്പൂർ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ സ്ഥാപിതമായ വർഷം 1907. സ്വദേശാഭിമാനി പത്രത്തിന്റെ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ വർഷം 1907. സ്വദേശാഭിമാനി പത്രത്തിന്റെ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ വർഷം ചോദിച്ചാലും 1907. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന വർഷം 1907. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യയുടെ കൊടി മാഡം ഭിക്കാജി ഗാമ ഉയർത്തിയ വർഷം 1907. എവിടെയാണ് അവർ ഉയർത്തിയെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയിലാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം പണി കഴിപ്പിച്ച വർഷം 1907. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം 1907. സി കൃഷ്ണപിള്ള കേരളീയ നായർ സമാജം രൂപീകരിച്ച വർഷം 1907. ജംഷഡ്പൂർ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ സ്ഥാപിതമായ വർഷം 1907. സ്വദേശാഭിമാനി പത്രത്തിന്റെ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ വർഷം ചോദിച്ചാലും 1907. പഠിക്കുക. കാബൂളിവാല ആരുടെ കൃതിയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് കാബൂളിവാല. ഒന്നുകൂടി പറയാം, കാബൂളിവാല ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാല് രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് മാസ്റ്റർ. ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് മാസ്റ്റർ. ഘോര, ഭഗ്നഹൃദയ, മാനസി. ഘോര, ഭഗ്നഹൃദയ, മാനസി. പ്രഭാത സംഗീതം, സന്ധ്യാസംഗീതം. പ്രഭാത സംഗീതം, സംഖ്യാസംഗീതം. ഇത്രയെങ്കിലും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളണം രവീന്ദ്രനാഥ ടാഗോറിന്റെ പുസ്തകങ്ങൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കാബൂളിവാല ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രധാന പുസ്തകങ്ങൾ ചോദിച്ചാൽ ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് മാസ്റ്റർ. ഒരു സെറ്റായിട്ട് പഠിക്കുക. ഘോര, ഭഗ്നഹൃദയ, മാനസി. അടുത്ത സെറ്റ്
പ്രഭാത സംഗീതവും സന്ധ്യാസംഗീതവും. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഇത്രയും പുസ്തകങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ഈ ഈസി കോഡ് ഉപയോഗിച്ച് കേരള PSC ചോദിച്ചിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ എല്ലാ പുസ്തകങ്ങളും നമുക്ക് പഠിക്കാം. കോഡ് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. PSC MBA പറ്റി GK-യിൽ ചോദിച്ചു എന്നങ്ങ് പഠിക്കുക. PSC MBA പറ്റി GK-യിൽ ചോദിച്ചു എന്നങ്ങ് പഠിക്കുക. PSC-യിലെ P എന്ന് പറയുന്നത് പോസ്റ്റ് മാസ്റ്ററും അതുപോലെ പ്രഭാത സംഗീതമാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായിട്ടുള്ള 2 പുസ്തകങ്ങളാണ് പറഞ്ഞത്. P-യിൽ ആരംഭിക്കുന്നത് ആരൊക്കെയാണ്? പോസ്റ്റ് മാസ്റ്ററും പ്രഭാത സംഗീതം. PSC-യുടെ S സൂചിപ്പിക്കുന്നത് സന്ധ്യാസംഗീതിനെ. S സൂചിപ്പിക്കുന്നത് എന്തിനാണ്? സന്ധ്യാസംഗീതിനെയാണ്. അതുപോലെ C സൂചിപ്പിക്കുന്നത് ചതുരംഗയാണ്. C സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ചതുരംഗയാണ്. ഇനി MB-യുടെ M സൂചിപ്പിക്കുന്നത് മാനസികയാണ്. MB-യുടെ M സൂചിപ്പിക്കുന്നത് മാനസികയും B സൂചിപ്പിക്കുന്നത് ഭഗ്നഹൃദയത്തെയുമാണ്. വ്യക്തമായിട്ട് പഠിക്കുക. അതുപോലെ GK-യിലെ G എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട PSC-യുടെ ഇഷ്ടപ്പെട്ട രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്, ഗീതാഞ്ജലിയും ഘോരയും. G ഏതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഗീതാഞ്ജലിയെയും ഘോരയുമാണ്. അതുപോലെ തന്നെ K എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ കാബൂളിവാലയെ സൂചിപ്പിക്കുന്നു. ഇതോടുകൂടി രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും നമ്മുടെ കയ്യിലായി. കോഡ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സമയം എടുത്ത് പഠിച്ചാൽ മതി. PSC MBA പറ്റി GK-യിൽ ചോദിച്ചു എന്നങ്ങ് പഠിക്കുക. PSC MBA പറ്റി GK-യിൽ ചോദിച്ചു എന്നങ്ങ് പഠിക്കുക. ഇതിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ തന്നെ പ്രഭാത സംഗീത. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാസംഗീത. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരംഗ. അതുപോലെ തന്നെ MB-യുടെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിയാണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗ്നഹൃദയാണ്. അതുപോലെ GK-യിലെ G എന്ന് വെച്ചാൽ 2 പ്രധാനപ്പെട്ട രവീന്ദ്രനാഥ ടാഗോറിന്റെ പുസ്തകങ്ങൾ. PSC-ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പുസ്തകങ്ങളാണ്, ഗീതാഞ്ജലിയും ഘോരയും. അതുപോലെ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാബൂളിവാല. ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരം ജംഷഡ്പൂർ ആണ്. പഠിക്കുക. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരം ജംഷഡ്പൂർ ആണ്. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്, അല്ലെങ്കിൽ സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. പഠിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയുടെ ഉരുക്കു നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച നഗരം ജംഷഡ്പൂർ ആണ്. ചോദിച്ചാൽ അത് ജംഷഡ്പൂർ ആണ്. നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ ആണ്. എവിടെയെന്ന് ചോദിച്ചാൽ അത് ജംഷഡ്പൂർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇവയിൽ ഓരോന്നും PSC എടുത്തെടുത്ത് ചോദിച്ച പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരം ചോദിച്ചാൽ ജംഷഡ്പൂർ ആണ്. സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരമാണെങ്കിൽ അത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക നഗരം എന്ന് ചോദിച്ചാൽ അത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് നഗരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജംഷഡ്പൂർ ആണ്. അതുപോലെ തന്നെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ജംഷഡ്പൂർ ആണ്. പഠിക്കുക. എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ്. നല്ലൊരു ചോദ്യമാണ് പറഞ്ഞത്. എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകമാണ്. ആനകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. ഏറ്റവും കൂടുതൽ കടുവകൾ കാണപ്പെടുന്ന 2ാമത്തെ സംസ്ഥാനം കർണാടകയാണ്. 1ാമത്തെ സംസ്ഥാനം നമ്മുടെ മധ്യപ്രദേശാണ്. പഠിച്ചോളെ, ഏറ്റവും കൂടുതൽ കടുവകൾ കാണപ്പെടുന്ന 2ാമത്തെ സംസ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കർണാടകയാണ്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ പട്ടുൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. യക്ഷഗാനം പ്രചാരത്തിലിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. ചോദിക്കുന്നെങ്കിൽ അത് കർണാടകവും. യക്ഷഗാനം പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡ് ജില്ലയുമാണ്. പഠിച്ചോളനെ, യക്ഷഗാനം പ്രചാരത്തിലിരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് ചോദിക്കുന്നെങ്കിൽ അത് കർണാടകവും.
യക്ഷഗാനം പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയുമാണ്. കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ കർണാടകം. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ആണവ നിലയമാണ്, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞത്. കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. ആനകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകമാണ്. ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. ഏറ്റവും കൂടുതൽ കടുവകൾ കാണപ്പെടുന്ന രണ്ടാമത്തെ സംസ്ഥാനം ചോദിച്ചാൽ കർണാടകമാണ്. ഒന്നാമത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പട്ടുൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. യക്ഷഗാനം പ്രചാരത്തിലിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകമാണ്. യക്ഷഗാനം പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡ് ജില്ലയാണ്. കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. പഠിക്കുക. രവീന്ദ്ര സേതു പാലം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. രവീന്ദ്ര സേതു പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. അത് എവിടെയാണ്? നമ്മുടെ വെസ്റ്റ് ബംഗാളിന്റെ ഭാഗമായിട്ട് വരുന്നു. ഹൂഗ്ലി നദി സ്ഥിതി ചെയ്യുന്ന പ്രധാന പാലങ്ങൾ PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ്, അതുകൊണ്ട് അവ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണം. ഹൂഗ്ലി നദിയിലെ കുറുകെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പാലങ്ങൾ. രവീന്ദ്ര സേതു പാലം അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന പേരാണ് ഹൗറ ബ്രിഡ്ജ്. ഹൂഗ്ലി നദിയിലെ പ്രധാനപ്പെട്ട പാലങ്ങളിൽ ആദ്യമായി പഠിക്കാനുള്ളത് രവീന്ദ്ര സേതു പാലം അല്ലെങ്കിൽ അത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹൗറ ബ്രിഡ്ജ്. വിദ്യാസാഗർ സേതു പാലം, വിവേകാനന്ദ സേതു പാലം, നിവേദിത സേതു പാലം ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൂഗ്ലി നദിയിലാണ്. പഠിക്കുക. രവീന്ദ്ര സേതു പാലം അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹൗറ ബ്രിഡ്ജ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയിലാണ്. വിദ്യാസാഗർ സേതു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൂഗ്ലി നദിയിലാണ്. വിവേകാനന്ദ സേതു പാലം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയിലാണ്. നിവേദിത സേതു പാലം സ്ഥിതി ചെയ്യുന്നതും ഹൂഗ്ലി നദിയിലാണ്. ഈ പാലങ്ങളെല്ലാം ഏത് സംസ്ഥാനത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തിലാണ്. പഠിക്കുക. നമ്മുടെ വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തിൽ. അവ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. രവീന്ദ്ര സേതു അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹൗറ പാലം, അതുപോലെ വിദ്യാസാഗർ സേതു പാലം, വിവേകാനന്ദ സേതു പാലം, അതുപോലെ നിവേദിത സേതു പാലം ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. എവിടെ? വെസ്റ്റ് ബംഗാളിലാണ്. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ഈ കോഡ് അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. കാരണം PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നതെല്ലാം ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള പാലങ്ങളെയാണ്. വിദ്യ കൊണ്ട് വിവേകം കിട്ടിയ രവി നിവേദനം നൽകി എന്നങ്ങ് പഠിക്കുക. നമ്മുടെ കോഡ് എന്താണ്? വിദ്യ കൊണ്ട് വിവേകം കിട്ടിയ രവി നിവേദനം നൽകി എന്നങ്ങ് പഠിക്കുക. വിദ്യ കൊണ്ട് വിവേകം കിട്ടിയ രവി നിവേദനം നൽകി എന്നങ്ങ് പഠിക്കുക. ഇതിൽ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാസാഗർ സേതു, വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാസാഗർ സേതു. വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദ സേതു, വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദ സേതു. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂഗ്ലി നദിയെ സൂചിപ്പിക്കുന്നു, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂഗ്ലി നദിയെ സൂചിപ്പിക്കുന്നു. രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്ര സേതു, അതുപോലെ നിവേദനം നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദിത സേതു, നിവേദനം നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദിത സേതു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിൾ കോഡാണ്. വിദ്യ കൊണ്ട് വിവേകം കിട്ടിയ രവി നിവേദനം നൽകി എന്നങ്ങ് പഠിക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാലങ്ങൾ പഠിക്കുമ്പോൾ ഈ കോഡ് ആദ്യം അങ്ങ് പഠിച്ചു തീർക്കുക. വിദ്യ കൊണ്ട് വിവേകം കിട്ടിയ രവി നിവേദനം നൽകി എന്നങ്ങ് പഠിക്കുക. വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാസാഗർ സേതു, വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദ സേതു, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂഗ്ലി നദിയെ സൂചിപ്പിക്കുന്നു, രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്ര സേതു പാലം, അതുപോലെ നിവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദിത സേതു പാലം. ഇത്രയും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ LDC LGS 2024 സൂപ്പർ മാരത്തോൺ ഡേ 2 നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അവ പഠിക്കേണ്ട സൂപ്പർ മെമ്മറി കോഡുകളും സുഹൃത്തുക്കൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അത്തരം ക്ലാസുകൾ നിങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇത്തരം നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിൽ എത്തുന്നതാണ്. സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. അടുത്തൊരു ക്ലാസ്സുമായി കാണാം.